ആ ഗൈസ് കള്ളു കുടിക്കുക അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുക ഒരു ഗുഡ് ന്യൂസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. കഞ്ചാവൊക്കെ ആണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാം. മറ്റൊന്നുമല്ല, നിങ്ങളിപ്പോൾ പെർസിസ്റ്റൻ്റ് ആയിട്ട് ഒരു 10-20 കൊല്ലം ഈ സിഗരറ്റ് വലിക്കും ആൽക്കോളൊക്കെ യൂസ് ചെയ്യാൻ ഓർക്ക്. 20 കൊല്ലം കഴിഞ്ഞ് നിങ്ങൾ അപ്പോഴും ജീവനോടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ഒരു ഡിസീസ് കണ്ടീഷനാണ് ക്യാൻസർ എന്ന് പറയാം. അപ്പോൾ ഈ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ നമ്മൾ നോർമലി ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് എന്ന് പറയാൻ നേരത്തെ കീമോതെറാപ്പി, റേഡിയേഷനൊക്കെയാണ്. ഇത് എപ്പോഴും ഭരിക്കണമെന്നില്ല. ഈ എന്താണ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇത്ര നാൾ ആൽക്കോളും സിഗരറ്റൊക്കെ വലിച്ചു കഴിഞ്ഞാൽ മിക്കവാറും ശരീരമെല്ലാം പോയി പണി തീരാറാ പതിവ്. ക്യാൻസർ വന്നാലും നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റണമെന്നില്ല. ബട്ട് ഇനി നിങ്ങൾ പേടിക്കേണ്ട, നമ്മുടെ ഡോക്ടർമാരൊക്കെ കഷ്ടപ്പെട്ട് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് എന്തായിരുന്നു ഒരു അടിപൊളി തെറാപ്പി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇറ്റ്സ് കോൾഡ് കാർ ടി സെൽ തെറാപ്പി എന്ന് പറയും. സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരു ഇൻഫെക്ഷൻ വന്ന് അപ്പോഴത്തേക്കും ഫോറിൻ പാർട്ടിക്കൽസ് നമ്മുടെ ബോഡിയുടെ അകത്തോട് കയറും. അപ്പോൾ അതിനെ കൊല്ലാൻ വേണ്ടി നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന ടൈപ്പ് സെല്ലാണ് ടി സെൽ എന്ന് പറയും. അപ്പോൾ ഈ ടി സെല്ലിൻ്റെ തന്നെ ഒരു മോഡിഫിക്കേഷനാണ് ഈ കാർ ടി സെൽ എന്ന് പറയും. അപ്പോൾ ഈ ടി സെൽ അപ്പോൾ വന്നിട്ട് ഈ ഫോറിൻ പാർട്ടിക്കൽസിനെ അറ്റാക്ക് ചെയ്ത് നശിപ്പിക്കും. ഇപ്പോൾ ബോഡിക്കകത്ത് ക്യാൻസർ സെൽ എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ ഡോർമെൻ്റ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. നമ്മൾ ചിലപ്പോൾ ഈ കള്ളു കുടി അല്ലെങ്കിൽ സിഗരറ്റ് വലിയ കാരണം ഈ സംഭവം ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ അതിനെയും ഒരു ഫോറിൻ പാർട്ടിക്കൽ ആയിട്ടായിരിക്കും ബോഡി കാണുന്നത്. അപ്പോൾ ഈ ടി സെൽ അതിനെ പോയി തിന്നും. ഈ സാധാ ടി സെൽ എന്ന് പറയുന്നത് നോൺ സ്പെസിഫിക് ആയിരിക്കും. അതായത് ഇങ്ങനെ വന്ന കീടാണുക്കളെയും കൊല്ലും, ഈ ക്യാൻസർ ആയിട്ടുള്ള സെല്ലുകളെയും കൊല്ലും. പക്ഷേ നമ്മൾ ഈ കാർ ടി സെൽ തെറാപ്പിക്ക് ഉപയോഗിക്കുന്ന ടി സെൽ എന്ന് പറയുന്നത് ഒരു ടി സെല്ലിൻ്റെ ഒരു മോഡിഫിക്കേഷനാണ്. അത് ക്യാൻസർ ആയിട്ടുള്ള സെല്ലുകൾ മാത്രം അറ്റാക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പ്രൊസീജർ എന്ന് പറയുമ്പോൾ സിമ്പിളാണ്. ആദ്യം വരെ നമ്മുടെ ബ്ലഡ് എടുക്കും. ബ്ലഡിൽ നിന്ന് ടി സെൽ മാത്രം എക്സ്ട്രാക്ട് ചെയ്തെടുക്കും. ആ ടി സെല്ലോട്ട് കാറിനെ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ജീൻ ട്രാൻസ്ഫോം ചെയ്യും. ഈ കാർ എന്ന് പറയുന്നത് കൈമറിക് ആന്റിജൻ റിസപ്റ്റർ. അതോടെ നമ്മുടെ ടി സെല്ലിന് കൈമറിക് ആന്റിജൻ റിസപ്റ്റർ ഉണ്ടാവും. ഈ കൈമറിക് ആന്റിജൻ റിസപ്റ്ററിൻ്റെ പണി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ക്യാൻസർ സെല്ലുമായിട്ട് മാത്രം ബൈൻഡ് ചെയ്യത്തുള്ളൂ. അതായത് ക്യാൻസർ സെല്ലിന് മാത്രം സ്പെസിഫിക് ആണ്. സാധാ ടി സെല്ലിനെ പോലെ കണ്ട ജംസ്, ബാക്ടീരിയ, വൈറസ് ഇതായിട്ടൊന്നും പോയി ബൈൻഡ് ചെയ്ത് വരുന്ന സമയം കളയത്തില്ല. ഓൺലി ക്യാൻസർ സെൽ. അതായത് അപ്പോൾ സാധാരണ കീമോതെറാപ്പി, റേഡിയേഷനേക്കാളും എഫക്റ്റ് ഇതിന് കാണും. അങ്ങനെ ഉണ്ടാകുന്ന കാർ ടി സെല്ലെല്ലാം ഇവർ ലാബിൽ വെച്ച് തന്നെ മൾട്ടിപ്ലൈ ചെയ്യിപ്പിച്ചിട്ട് ഇത് തിരിച്ചതിന് ഇൻഡ്യൂസ് ചെയ്യിപ്പിക്കും. അപ്പോഴത്തേക്കും നമ്മുടെ ബോഡിയിൽ എന്തായിരുന്നു ഉണ്ടാകുന്ന ക്യാൻസർ സെല്ലുകളെല്ലാം ഈ കാർ ടി സെൽസ് ഒന്ന് കൊല്ലുന്നതായിരിക്കും.